കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണം തടസ്സമില്ലാതെ ഈ ക്രിസ്മസ് ദിനത്തിലും തുടരുകയാണ്. ഇന്ന് കേക്ക് മുറിച്ചാണ് ഈ പൊതിച്ചോറ് വിതരണം ആരംഭിച്ചത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി VN വാസവനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തത്സമയം സനോജ് ചേരുകയാണ് ആശുപത്രിയിൽ നിന്നും. സനോജ്, ഈ ക്രിസ്മസ് ദിനത്തിലും യാതൊരു മുടക്കവും വരാതെ ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ എത്തിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും നാട്ടിൽ നിരവധി ആളുകൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കാളികളാകുമ്പോൾ രോഗികളായി കൂട്ടിരിപ്പുകാരായി ഒരുപാട് ആളുകളാണ് ആഘോഷത്തിന് ഇടവേള നൽകി ആശുപത്രിയിൽ കഴിയുന്നത്. അപ്പോൾ അവർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടും ഈ ദിനം അവരുടെയും കൂടി സന്തോഷദിനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡിവൈഎഫ്ഐ ഇന്ന് കേക്ക് മുറിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷം മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിക്കുന്നത്. മന്ത്രി VN വാസവൻ അല്പസമയം മുൻപ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെങ്കിൽ അവർക്കും ക്രിസ്മസ് ആഘോഷങ്ങൾ വ്യക്തിപരമായി ഉണ്ടെങ്കിൽ കൂടിയും അത്തരം ആഘോഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് എന്നതാണ്. ഇന്നിപ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിനൊപ്പം ഈ പൊതിച്ചോറ് വാങ്ങി പോകുമ്പോൾ അവർക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ഓരോ കേക്കുകൾ കൂടി നൽകിക്കൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നത്. 3000-ഓളം ആളുകൾക്കാണ് ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. ഇന്നത്തെ ഒരു പരിപാടി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 2019 ആഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് കോട്ടയം ജില്ലയിൽ ഹൃദയപൂർവ്വം പദ്ധതി ആരംഭിച്ചത്. അന്നു മുതൽ കോവിഡിൻ്റെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ പൊതിച്ചോറ് വിതരണം നടത്താതിരുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു ദിവസം പോലും ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ തന്നെയും പൊതിച്ചോറിന് മുടക്കം വരുത്താതെ കൃത്യമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓണമാണെങ്കിൽ ഓണത്തിന് നമ്മൾ പായസം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നവംബർ 1-നും ഇവിടെ പായസം വിതരണം ചെയ്തു. പിന്നെ ക്രിസ്മസ് ദിവസം നമ്മൾ ക്രിസ്മസ് ആഘോഷം മെഡിക്കൽ കോളേജിലെ ഈ വരുന്ന രോഗികൾക്കും അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒപ്പം തന്നെയാണ് നമ്മൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ആഘോഷിക്കാറ്. ഇവിടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് കേക്ക് വിതരണം നടത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വാസവൻ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഇവിടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണെങ്കിലും നേതൃത്വം കൊടുത്തുകൊണ്ട് വാസവൻ എല്ലാ കാലവും ഡിവൈഎഫ്ഐയോടൊപ്പം ഉണ്ട്. ഇന്നും നമുക്കുണ്ടായി. സാന്താക്ലോസ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സാന്തയുടെ ക്രിസ്മസ് ആഘോഷം ഇന്നിവിടെയാണ്. ഇന്നിവിടെയാണ്. എങ്ങനെയാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്? ശരി സനോജ്, എന്തായാലും പരിപാടി ഇപ്പോൾ വളരെ നന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ആളുകളാണ്. അതെ, എന്തായാലും സനോജ്, ഈ ക്രിസ്മസ് ദിനത്തിലും വിശ്രമമില്ലാതെ ഡിവൈഎഫ്ഐ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം തുടരുകയാണ്. എന്തായാലും ഈ പൊതിച്ചോറിനെ അവഹേളിച്ച് സംസാരിച്ചവർ ഇന്ന് പൊതുരംഗത്ത് വരാൻ സാധിക്കാതെ ഉണ്ട് എന്നതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്.